രാഹുൽ, ഈ കലയന്താനി ഗോഡൌണിൽ പരിശോധന തുടങ്ങിയിട്ട് കുറെ നേരമായല്ലോ. ഇപ്പോൾ രാഹുൽ, ആ റിപ്പോർട്ട് നമുക്ക് നൽകിയിട്ട് കുറെ നേരമായി. അതിനുശേഷം മൃതദേഹം മാൻഹോളിൽ കണ്ടെത്തുന്നു. അത് ബിജുവിൻ്റേതാണെന്ന് അവിടെയുള്ളവർ മൊഴി നൽകുന്നു. അവിടെയുള്ളവരെന്ന് പറയുമ്പോൾ ഈ മൂവർ സംഘമാണോ? രണ്ട്, ആ മാൻഹോളിൽ നിന്ന് ഇനി മൃതദേഹം പുറത്തെടുക്കാനുള്ള നടപടികളാണോ ഇപ്പം നടക്കുന്നത്? ഈ മാൻഹോളിൽ നിന്ന് മൃതദേഹം പുറത്തെടുക്കാൻ വേണ്ടിയുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മണ്ണിട്ട് മൂടിയിരുന്നു. മാത്രമല്ല, ഒരല്പം ആഴമുള്ള ഒരു മാൻഹോളാണ്. അതിൽ നിന്ന് പുറത്തെടുക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നുള്ളതാണ് നമുക്കിവിടെ ചോദിക്കുമ്പോൾ മനസ്സിലാകുന്നത്. പോലീസുകാർ തന്നെ നമ്മളോട് പറയുന്നത് അങ്ങനെയാണ്. മാൻഹോൾ ആയതുകൊണ്ട് തന്നെ അതിന്റെ വലിപ്പം, വ്യാപ്തി കുറവാണ്. അതിന്റെ മുകളിൽ മണ്ണിട്ടിരിക്കുന്നു. മണ്ണ് മുഴുവൻ സാവധാനം എടുത്ത് മാറ്റിയതിനു ശേഷം മാത്രമായിരിക്കും, അല്ലെങ്കിൽ ആ മണ്ണിന്റെ ഇടയിൽ നിന്ന് ആ മൃതദേഹം എടുക്കണമെങ്കിൽ അത്രത്തോളം പാടുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ മൊഴി നൽകിയത്, ഈ കൊലപാതകം നടത്തി ഈ സ്ഥലത്ത് ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞത് പ്രതികൾ തന്നെയാണ്. ഇങ്ങനെ കൊലപാതകത്തിന്റെ സൂചന മാത്രമാണ് ഈ കാപ്പ കേസ് പ്രതി, ആദ്യമേ നമ്മൾ സൂചിപ്പിച്ച കാപ്പ കേസ് പ്രതി കൊലപാതകം നടന്നതിന്റെ സൂചന പോലീസിന് കൊടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ കസ്റ്റഡിയിലെടുത്ത് ജോമോനും മറ്റ് കൊട്ടേഷൻ സംഘാംഗങ്ങളുമായ രണ്ടുപേരും അവരെ വിവിധ തലത്തിൽ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കൊലപാതകം നടന്നതും എവിടെയാണ് ഈ മൃതദേഹം മറവ് ചെയ്തതും എന്നതടക്കമുള്ള വിവരങ്ങൾ പോലീസിന് ലഭിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇടുക്കി എസ്.പിയുടെ നേതൃത്വത്തിൽ നിലവിൽ അവിടെ പരിശോധനയും തെളിവെടുപ്പും നടക്കുകയും ചെയ്തത്. ഇനി മാൻഹോളിൽ നിന്ന് ആ മൃതദേഹം പുറത്തെത്തിക്കണം. അത് ഈ പറഞ്ഞതുപോലെ മണ്ണിട്ട് മൂടിയതുകൊണ്ട് മൃതദേഹം വലിയ കേടുപാടുകളില്ലാതെ പുറത്തെടുക്കുക എന്ന് പറയുന്നത് അത് കുറച്ച് ദുഷ്കരമായ കാര്യമാണ്. അന്വേഷണ സംഘം പറഞ്ഞതുപോലെ തന്നെ പുറത്തെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഇത് അദ്ദേഹത്തിന്റെ മൃതദേഹം തന്നെയാണോ എന്നത് ഉറപ്പാക്കണം. അതുകൊണ്ട് തന്നെ ഫോറൻസിക് സംഘമൊക്കെ അവിടെ എത്തിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഫോറൻസിക് സംഘത്തിന്റെ സാന്നിധ്യത്തോടു കൂടി തന്നെയാണ് ഈ തെരച്ചിൽ തുടങ്ങിയത് തന്നെ. സ്വാഭാവികമായിട്ടുമുള്ള നടപടിയാണ്. ഫോറൻസിക് സംഘം അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വ്യാഴാഴ്ച കൊലപാതകം നടന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അധിക ദിവസത്തെ പഴക്കം ഈ മൃതദേഹത്തിനില്ല. 2 ദിവസത്തെ പഴക്കം മാത്രമാണ് ഈ മൃതദേഹത്തിനുള്ളത്. അതുകൊണ്ട് വലിയ കേടുപാടുകൾ സംഭവിക്കാത്തതുകൊണ്ട് ഇത് ആരുടെ ആയിരിക്കും ഈ മൃതദേഹം എന്നുള്ളത് കണ്ടെത്താൻ വലിയ കാലതാമസമോ വലിയ ബുദ്ധിമുട്ടോ ഉണ്ടാകില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ തരത്തിലുള്ള പരിശോധനകളോ കാര്യങ്ങളോ DNA പരിശോധന ഉൾപ്പെടെ നടത്തിക്കൊണ്ട് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ നിലവിൽ അത്രയും ദുഷ്കരമായിട്ടുള്ള അവസ്ഥയിലേക്ക് ആ മൃതദേഹം മാറിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഫോറൻസിക് സംഘത്തിന്റെ പ്രാഥമിക പരിശോധന ഉൾപ്പെടെ നടത്തുന്നതിന് വേണ്ടി എല്ലാ തരത്തിലുള്ള തയ്യാറെടുപ്പുകളോടും കൂടിയാണ് ഈ പരിശോധന, ഈ മാൻഹോൾ ഉൾപ്പെടെ പൊളിച്ച് പരിശോധന തുടങ്ങിയത് എന്നുള്ളത് നമ്മൾ ആദ്യമേ മുതൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള എല്ലാ സജ്ജീകരണങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ഒരു സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കം അത് കൊലപാതകത്തിലേക്ക് എത്തിയിരിക്കുന്നു. എന്നുള്ളതാണ്. കൊട്ടേഷൻ സംഘാംഗങ്ങൾ ഉൾപ്പെടെയാണ് ഈ കേസിലെ പ്രതി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. ക്രിസ്റ്റീന. രാഹുൽ, അതുപോലെ തന്നെ ഈ മൂവർ സംഘത്തോട് എന്തായാലും പ്രാഥമികമായ കുറച്ച് വിവരങ്ങൾ അന്വേഷണ സംഘം ചോദിച്ചറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഈ കൊലപാതകം എപ്പോൾ നടന്നു എന്നറിയുന്നത് കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായ ഒരു കാര്യമാണ്. മൃതദേഹത്തിന് 2 ദിവസത്തെ പഴക്കം ആണോ 1 ദിവസത്തെ പഴക്കമാണോ എന്ന കാര്യത്തിൽ ഒരു കൺഫ്യൂഷനുണ്ട്. അപ്പോൾ ഈ കൊലപാതകം എപ്പോൾ നടന്നു എന്ന കാര്യവുമായി ബന്ധപ്പെട്ട് ഇവർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതിൽ കൃത്യമായിട്ടുള്ളൊരു വിവരം നമുക്ക് ലഭിച്ചിട്ടില്ല. വ്യാഴാഴ്ച തന്നെയാണ് ഈ കൊലപാതകം നടന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള പരിശോധന നടക്കുകയും ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ 4 മണിയോടുകൂടിയും ഈ ബിജു ജോസഫിനെ തട്ടിക്കൊണ്ടു പോകുന്നു. കൊട്ടേഷൻ സംഘാംഗങ്ങളാണ്, കൊട്ടേഷൻ ടീമാണ് ഇവരെ കൊണ്ടുപോകുന്നത്. തുടർന്ന് ഈ ഗോഡൌണിലേക്ക് തന്നെ കൊണ്ടു ചെല്ലുകയായിരുന്നു. അവിടെ വെച്ച് സംസാരം ഉണ്ടാവുകയും അതിനിടയിൽ കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തു. ബിജു ജോസഫിനെ ഈ കൊട്ടേഷൻ ടീം തല്ലി. അപ്പോഴുണ്ടായ കൊട്ടേഷൻ ടീം മർദ്ദിച്ചു. അതിന്റെ പിന്നാലെ ബോധരഹിതനായി വീഴുകയായിരുന്നു. മരിച്ചു എന്ന് കരുതി ഇയാളെ ഈ മാൻഹോളിൽ ഇട്ട് മൂടി എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പ്രാഥമികമായിട്ട് പോലീസിന് മനസ്സിലാകുന്നത്. എത്രത്തോളം ഈ പ്രതികളുടെ മൊഴി വിശ്വസനീയമാണ്, എന്താണ് സംഭവിച്ചത്? ഈ ഗോഡൌൺ ഒഴിഞ്ഞ സ്ഥലത്താണോ? കാരണം ഇത്തരത്തിൽ ഒരാളെ അവിടെ കൊണ്ടുവരുന്നു, വാക്കുതർക്കം ഉണ്ടാകുന്നു, വാക്കുതർക്കത്തിന് ശേഷം തല്ലുന്നു. അപ്പോൾ ഇതിനിടെയൊക്കെ എന്തായാലും നല്ല ഒച്ചപ്പാടൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടല്ലോ. അപ്പോൾ ഒരു ഒഴിഞ്ഞ ഇടമല്ല, ജനങ്ങൾ അവിടെ അടുത്തുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവരും ശ്രദ്ധിച്ചിരിക്കാനിടയുണ്ടല്ലോ. അതൊന്നും സംഭവിച്ചില്ലേ? ഇതൊരു ഒഴിഞ്ഞ സ്ഥലമല്ല, തുറസായ സ്ഥലമാണ്. കലയന്താനി എന്ന് പറയുന്ന സ്ഥലമാണ്. അത് അത്യാവശ്യം ആളുകളും തിരക്കുമുള്ള ചെറിയൊരു കവലയാണ്. അവിടെയാണ് ഈ സംഭവം നടന്നത്. പക്ഷെ ആളുകൾ എന്തോ അറിഞ്ഞിട്ടുണ്ടാവാൻ സാധ്യതയില്ല. കാരണം പുലർച്ചെ 4 മണിയോടുകൂടി നടന്ന സംഭവമാണ്.
പുലർച്ചെ 4 മണിയോടുകൂടി തന്നെ ചുങ്കത്ത് നിന്ന് ഇയാളെ വാഹനത്തിൽ കയറ്റി തട്ടിക്കൊണ്ട് വരികയും ഈ ഗോഡൌണിലേക്ക് എത്തിക്കുകയും ചെയ്തു എന്നുള്ള വിവരമുണ്ട്. ഈ ഗോഡൌൺ ഒരു താഴ്ന്ന, അതായത് ഈ റോഡ് ലെവലിൽ നിന്ന് താഴ്ന്ന ഉള്ളിലേക്കൊരു ഭീകരാന്തരീക്ഷം തോന്നുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ഗോഡൌൺ. നമ്മളെ ദൃശ്യങ്ങളിൽ മനസ്സിലാകും എന്ന് തോന്നുന്നു. അതിന്റെ അടിയിലാണ് ഈ സംഭവം. ഈ ആളെ കൊണ്ടുപോവുകയും ചെയ്തിരിക്കും, ആളെ എത്തിച്ച് മർദ്ദിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും മറ്റ് വിവരങ്ങൾ കൂടുതൽ പോലീസ് ഈ പരിശോധന നടത്തിയതിനു ശേഷം പറഞ്ഞെങ്കിൽ മാത്രമേ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ക്രിസ്റ്റീന. രാഹുൽ, അതുപോലെ തന്നെ ഈ ബിജുവിന്റെ ഭാര്യ ഒരു പരാതി നൽകുന്നു തിരോധാനവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ തന്നെ ഈ ബിസിനസ് പങ്കാളിയിലേക്ക് വിരൽ ചൂണ്ടുന്ന എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിരുന്നു? ക്രിസ്റ്റീന, നമ്മൾ ആദ്യമേ സൂചിപ്പിച്ച പോലെ തന്നെ ഈ പങ്കാളിയും പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഈ ജോമോൻ എന്ന് പറയുന്ന ആള് പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇയാളെ ഉൾപ്പെടെ എത്തിച്ചുകൊണ്ടാണ് ഈ തെളിവെടുപ്പ് ഉൾപ്പെടെ നടത്തുകയും ചെയ്തിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇയാളുമായിട്ട് സാമ്പത്തിക ഇടപാടുണ്ടായിരുന്നു. കാരണം ഇവര് പങ്കാളികളായിക്കൊണ്ട് നടത്തിയിരുന്ന കേറ്ററിംഗ് സർവീസ്, അവിടെ സാമ്പത്തികമായിട്ട് ഈ പണം കൃത്യമായിട്ട് നൽകിയിട്ടില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടന്ന കയ്യാങ്കളിയും അതുപോലെ തന്നെ വാക്കുതർക്കവുമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ക്രിസ്റ്റീന. ഇത് ഈ കുടുംബാംഗങ്ങൾക്കൊക്കെ അറിയുമായിരുന്നോ ഇത്തരത്തിലൊരു സാമ്പത്തിക തർക്കമുണ്ട് ഈ ബിസിനസ് പാർട്ട്ണറുമായി എന്നുള്ള കാര്യം? കുടുംബാംഗങ്ങൾക്കും അതുപോലെ തന്നെ സുഹൃത്തുക്കൾക്കും ഒക്കെ അറിയാവുന്ന പരസ്യമായിട്ടുള്ള കാര്യമായിരുന്നു. ഈ സാമ്പത്തികമായിട്ടുള്ള തർക്കം ഉണ്ടായിരുന്നു. സാമ്പത്തിക ഇടപാടുകൾ ഈ രണ്ടുപേരും തമ്മിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ പങ്കാളിയുമായിട്ടുണ്ടായിരുന്നു. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിന്നിരുന്നതാണെന്നുള്ളത് കുടുംബാംഗങ്ങൾക്കൊക്കെ അറിയാമായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ പരാതി കൊടുക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നുണ്ട്. ഈ ഭാര്യ, അതായത് ബിജു ജോസഫിന്റെ ഭാര്യ ഈ പരാതി കൊടുക്കുമ്പോൾ തന്നെ ഇത്തരമൊരു സൂചനയും ഇത്തരമൊരു സംശയവും പ്രകടിപ്പിച്ചുകൊണ്ടാണ് പരാതി നൽകിയത് എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട്. അതിന് പിന്നാലെയാണ് പോലീസ് ഇത്തരത്തിൽ ഈ പങ്കാളിയെ കൂടി കസ്റ്റഡിയിൽ എടുത്തുകൊണ്ടുള്ള ഒരു നീക്കത്തിലേക്ക് പോവുകയും ചെയ്തത്. ആദ്യഘട്ടത്തിൽ ഈ ഗോഡൌൺ നടത്തുമായി ബന്ധപ്പെട്ട് നടത്തിയ ചില പരിശോധനകളുണ്ട്. അങ്ങനെ പരിശോധന നടത്തിയപ്പോഴാണ് ഈ നമ്മൾ ആദ്യമേ സൂചിപ്പിച്ച പോലെ ഈ കപ്പ കേസ് പ്രതിയായിട്ടുള്ള ഒരാളെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത്. അയാൾ അവിടെ താമസിച്ചു വരികയായിരുന്നു. അയാൾ മറ്റ് ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ഈ ഗോഡൌണിലേക്ക് എത്തിയതായിരുന്നു, അവിടെ താമസിച്ചു വരികയായിരുന്നു. അങ്ങനെ ഇയാളെ പിടികൂടിയപ്പോഴാണ് മറ്റു കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിക്കുന്നത്. അതായത് പോലീസിന് ആദ്യമേ തന്നെ സംശയം ഉണ്ടായിരുന്നു, ഇതെങ്ങനെയാണ് ഈ കൊലപാതകം നടന്നിട്ടുണ്ടാവുക, അല്ലെങ്കിൽ എങ്ങനെയാണ്, ഏതൊക്കെ വഴിയിലൂടെ ആയിരിക്കാം ഈ ഒരു മാൻ മിസ്സിംഗ് കേസ് പോയിട്ടുണ്ടാവുക, എങ്ങനെയാണ് സഞ്ചരിക്കേണ്ടതെന്ന് പോലീസിന് കൃത്യമായ ധാരണയുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ പറഞ്ഞിരുന്നതുകൊണ്ട്, സംശയങ്ങൾ ഈ ബിജു ജോസഫിന്റെ ഭാര്യ പറഞ്ഞിരുന്നതുകൊണ്ട് പോലീസ് ആദ്യം തന്നെ ഈ പരിശോധനയ്ക്കായി എത്തിയത് ഈ ഗോഡൌണിലേക്കാണ്. ആ ഗോഡൌണിൽ എത്തുമ്പോൾ ആ കാപ്പ കേസ് പ്രതിയുണ്ട്. അങ്ങനെ അയാളെ കസ്റ്റഡിയിൽ എടുക്കുന്നു, കൂടുതൽ ചോദ്യം ചെയ്യുന്നു. അങ്ങനെ പിന്നീട് ഈ ജോമോൻ ഉൾപ്പെടെയുള്ള മറ്റു 3 പേരിലേക്ക് പോലീസ് നീങ്ങുകയായിരുന്നു. അങ്ങനെ ഉടൻ തന്നെ അവരെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ടുള്ള നീക്കം പോലീസ് നടത്തുകയും ചെയ്തു. ഇന്നലെ ഒറ്റ ദിവസം കൊണ്ടാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ ഇപ്പോൾ അവിടെ തെരച്ചിൽ ഉൾപ്പെടെ നടത്താൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് പോവുകയും 12 മണിയോടുകൂടി ഇടുക്കി എസ് പിയുടെ നേതൃത്വത്തിൽ വലിയൊരു സംഘം അവിടെ എത്തി ഈ മാൻഹോൾ ഉൾപ്പെടെ പൊളിച്ച് ആ മണ്ണ് നീക്കം ചെയ്ത് പരിശോധന നടത്തുകയും മൃതദേഹം കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇതിൽ കൂടുതൽ ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങൾ ഈ സാമ്പത്തിക ഇടപാട് മാത്രമാണോ എന്നുള്ളത് പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല, ഉറപ്പിച്ചു പറഞ്ഞിട്ടില്ല. അതും ഒരു കാരണമായേക്കാം എന്നുള്ളൊരു സംശയം മാത്രമാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ എന്താണ് മറ്റ് കൂടുതൽ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ കൊലപാതകത്തിലേക്ക് നയിക്കാൻ മറ്റേതെങ്കിലും തരത്തിലുള്ള കാരണങ്ങൾ വഴിയായിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ഇനി അന്വേഷണത്തിൽ മാത്രമേ കണ്ടെത്താൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്.